എന്തായിരുന്നു മാസ്റ്റർ പ്ലാൻ? സ്മാർട്ട് സിറ്റി എന്നത് കേട്ടു തുടങ്ങിയിട്ട് 13 കൊല്ലമായില്ലേ? ആ മാസ്റ്റർ പ്ലാൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് ഡാറ്റാ സെന്ററിന്റെ സഹായത്തോടെ ഒന്ന് പരിശോധിക്കാം. സ്മാർട്ട് സിറ്റി മാസ്റ്റർ പ്ലാനിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇതായിരുന്നു ആ സ്മാർട്ട് സിറ്റിയായി വിഭാവനം ചെയ്യപ്പെട്ടിരുന്ന ആ ഒരു ഏരിയ. ഇനി ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ലുലു IT ഇൻഫ്രാബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ടെഫ്ര ടെക്നോ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, SCK01 വാണിജ്യ IT കെട്ടിടം, കൊച്ചി സൈബർ ഗ്രീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, മറാട്ട് ലിമിറ്റഡ് ഇങ്ങനെയുള്ള ഒരു കൃത്യമായ ഒരു പ്ലാനുള്ള ഒരു വിഭാവനം ചെയ്യലും എല്ലാം നടന്നു. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ ഓരോ 5 ഇടങ്ങളിലായി ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ്, ഒരു ഹ്യൂജ് പ്രോജക്റ്റാണ്. അതുകൊണ്ടാണ് അത്രയും തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മൾ നോക്കിയിരുന്നത്. ഇതിൽ നമുക്ക് ടെഫ്ര ടെക്നോ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇടത്തു നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ടെഫ്ര പ്രൈവറ്റ് ലിമിറ്റഡ് എങ്ങനെയായിരുന്നു വിഭാവനം ചെയ്തത് എന്ന് നോക്കാം. ഇന്ത്യയിലും UAE-യിലും പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനമായ ഹോളിഡേ ഗ്രൂപ്പിന്റെ കീഴിലാണ് ടെഫ്രയുടെ പ്രവർത്തനം. അതായത് ഹോളിഡേ ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര വ്യാപാരം, ഉൽപാദനം, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, മാധ്യമങ്ങൾ, ഈ മേഖലകളിലെ എല്ലാം വികസനമാണ് ലക്ഷ്യമിട്ടിരുന്നത്. 5.5 ഏക്കർ സ്ഥലത്ത് 10.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആസൂത്രിതമായ ഒരു ബിൽറ്റപ്പ് ഏരിയ, 12,000 തൊഴിലവസരങ്ങളാണ് ടെഫ്രയ്ക്ക് കീഴിൽ നമ്മൾ പ്രതീക്ഷിച്ചത്. അത്രയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ആ ഒരു കെട്ടിടം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ ഇത് ഏൽപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. അടുത്തത് SCK ആണ്. SCKയുടെ കാര്യത്തിൽ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? IT വിജ്ഞാനാധിഷ്ഠിത വാണിജ്യ IT കെട്ടിടമാണ്. IT വിജ്ഞാനാധിഷ്ഠിത ബിസിനസ്സുകൾ കെട്ടിടത്തിൽ ഉണ്ട്. അത്യാധുനിക ആംബുലേറ്ററി കെയർ സെന്റർ, അതുപോലെ തന്നെ ലിറ്റിൽ ജെംസ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ, ഡേ കെയർ സൗകര്യം, ബാങ്കിംഗ് സേവനങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ രൂപകൽപ്പന ചെയ്തത് 6,50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ്. ഇത്രയും വൻ പ്ലാനുകളാണ് പൊടുന്നനെ അവസാനിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ 2 എണ്ണം കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തേത് കൊച്ചി സൈബർ ഗ്രീൻസ് പ്രൈവറ്റ് ലിമിറ്റഡാണ്. കൊച്ചി സൈബർ ഗ്രീൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കീഴിൽ ഇന്ത്യയിലെ പ്രമുഖ പ്രോപ്പർട്ടി ഡെവലപ്പർമാരിൽ ഒരാളായ പ്രസ്റ്റീജ് ഗ്രൂപ്പാണ്. അതിന് കീഴിലുള്ള നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ JP Morgan Chase, ഒറാക്കിൾ, നോക്കിയ, എയർടെൽ തുടങ്ങി മുൻനിര കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നു. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാട് വലിയ പുരോഗതിയിലേക്ക് പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരുന്നത്. 13,468 തൊഴിലവസരങ്ങളാണ് അവിടെ സൃഷ്ടിക്കും എന്ന് പ്രതീക്ഷിച്ചത്. അപ്പോൾ 13,468 തൊഴിലവസരങ്ങൾ ഇതിലും നമ്മൾ പ്രതീക്ഷിച്ചു. അടുത്തത് ലുലു IT ഇൻഫ്രാബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അവിടെ എന്തായിരുന്നു നമ്മുടെ ഒരു ഹോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ ഒരു IT കെട്ടിടമാണ്. വലിയ വിസ്തൃതിയിൽ തന്നെ അത് പ്ലാൻ ചെയ്യുന്നു. ഒറ്റ പോഡിയത്തിലെ ഇരട്ട IT ടവറാണ്. 12.74 ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു വികസനമാണ് ആ ഒരു മേഖലയിൽ പ്രതീക്ഷിച്ചത്. 29,501 തൊഴിലവസരങ്ങൾ ഇവിടെയും ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിച്ചതാണ്. അതായത് 30,000-ഓളം റഫ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് മറാട്ട് ലിമിറ്റഡാണ്. മറാട്ട് ലിമിറ്റഡിനെ കുറിച്ച് പറഞ്ഞാൽ 230-ലധികം സംയുക്ത വികസനങ്ങളിൽ പരിചയസമ്പന്നരാണ്. ഒരു 7 നില കെട്ടിടമാണ് മറാട്ട് ലിമിറ്റഡിൻ്റെതായി വരുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള മറാട്ട ലിമിറ്റഡ് ബാംഗ്ലൂരിൽ അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് 230-ലധികം സംയുക്ത വികസനങ്ങൾ പരിചയസമ്പന്നരാണ്. ഈ മറാട്ട് ഗ്രൂപ്പ് 1946-ലാണ് സ്ഥാപിതമായത്. അവർക്ക് ഈ പ്രോപ്പർട്ടി വികസനത്തിന് പുറമെ തോട്ടങ്ങൾ, കാർഷികാധിഷ്ഠിത വ്യവസായം, ഇതിലൊക്കെ താല്പര്യമുള്ള ഗ്രൂപ്പാണ്. 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള 7 നില കെട്ടിടമാണ് അവരുടേതായി ഈ സ്മാർട്ട് സിറ്റിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചത്. 4,530 തൊഴിലവസരങ്ങൾ അവരും സൃഷ്ടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കണ്ടു കഴിഞ്ഞു. ഇതെല്ലാമായിരുന്നു പ്രതീക്ഷ. കൊച്ചി സ്മാർട്ട് സിറ്റി ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ ടീകോമിന് ഇനി നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് കരാറിന് വിരുദ്ധമാണ്. പദ്ധതി പരാജയമായാൽ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ടീകോമിൽ നിന്നാണെന്നാണ് കരാർ ഒപ്പിടുമ്പോഴുള്ള വ്യവസ്ഥ. സർക്കാരിന് പണം തിരിച്ചുപിടിക്കാം. 2007-ലെ സ്മാർട്ട് സിറ്റി കരാറിന്റെ പകർപ്പ് ഞങ്ങൾ പരിശോധിച്ചു. റോഷിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. റോഷിപാൽ, 2007-ലെ സ്മാർട്ട് സിറ്റി കരാർ അനുസരിച്ച് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും വകുപ്പുണ്ടോ അതിൽ? സുജയ, 2007-ലെ സ്മാർട്ട് സിറ്റി കരാറുമായി ബന്ധപ്പെട്ട് ടീകോമുമായി സർക്കാർ ഉണ്ടാക്കിയ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിലൊന്ന്, ഏതെങ്കിലും കാരണവശാൽ ടീകോമിന്റെ ഭാഗത്ത് പദ്ധതി കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വളരെ വിശദമായി പരിശോധിക്കാൻ ഒരു സ്വതന്ത്രമായ ഒരു ടീമിനെ നിർത്തുക. ആ സ്വതന്ത്രമായിട്ടുള്ള ടീം പരിശോധിച്ച് ഇതിന്റെ നഷ്ടം എത്രയാണെന്ന് വിലയിരുത്തുക. ആ നഷ്ടം ടീകോമിൽ നിന്നും ഈടാക്കുക. ഇതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഇങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ടീകോം പിന്മാറുമ്പോൾ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. മാത്രവുമല്ല, അതിന് പ്രത്യേക സമിതിയെ വെക്കുന്നു, ആ നഷ്ടം പരിശോധിക്കുന്നു. അതിലാകട്ടെ ടീകോമിന് പങ്കാളിത്തമുള്ള സ്മാർട്ട് സിറ്റിയിലെ ഡയറക്ടർ ഉൾപ്പെടെ പങ്കാളിയാണ് ഈ കമ്മിറ്റിയിൽ.
ഈ നഷ്ടപരിഹാരം നൽകുന്ന കമ്മിറ്റിയിൽ. അതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇവിടെ ഒരു അഴിമതിക്ക് കളമൊരുങ്ങുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർത്തിയിരിക്കുന്നത്. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതി ഈ ടീകോം കൈയൊഴിഞ്ഞെങ്കിൽ പോലും ആ കൈയൊഴിഞ്ഞ ടീകോമിനെ എതിരെ നടപടിയെടുക്കുന്നതിന് പകരം ടീകോമിനെ സഹായിക്കാനുള്ള നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുന്നു എന്ന ആരോപണമാണ് ഏതായാലും പ്രതിപക്ഷം ഉയർത്തുന്നു. വരും ദിവസങ്ങളിലും ഇത് വലിയ വിവാദമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അന്ന് AK ആന്റണി സർക്കാർ, പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ അടക്കം മുൻകൈയെടുത്ത UDFന്റെ ആ സ്വപ്ന പദ്ധതി, PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന ആ പദ്ധതി കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ അന്ന് LDF പ്രതിപക്ഷത്തായിരുന്നു. LDF ഉയർത്തിയത് ഇത് റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് UDFന്, അല്ലാതെ വികസനമല്ല, IT മേഖലയിലെ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ടില്ല, റിയൽ എസ്റ്റേറ്റ് താല്പര്യം മാത്രമാണ് UDFന് എന്നായിരുന്നു. ഏതായാലും പിന്നീട് VS അച്യുതാനന്ദൻ സർക്കാരാണ് കരാർ ഒപ്പുവെക്കുന്നത്. ആ കരാറിലാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥയുള്ളത്. ആ വ്യവസ്ഥ നിലനിൽക്കെയാണ് സംസ്ഥാന മന്ത്രിസഭ ഈ കരാർ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ ടീകോം എന്ന കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സുജയ, ഓക്കെ, ആർ റോഷിപാലാണ് 2007 കരാർ എന്തായിരുന്നു എന്നുള്ളത് ആക്സസ് ചെയ്തിട്ട് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ, അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അത് വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് വിശദീകരിച്ചത്. ഇന്ന്